പുലിമടകൾ സന്ദർശിച്ച മന്ത്രി കെ രാജൻ അടക്കമുള്ള ജില്ലയിലെ ജനപ്രതിനിധികൾ. ജില്ലാ കളക്ടർക്കും കമ്മീഷണർക്കും ഒപ്പമായിരുന്നു സന്ദർശനം. മേയറുടെ ആർപ്പോ വിളി പുലികളെ ആവേശം കൊള്ളിച്ചു. നമ്മുടെ കൂടെ മേയർ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ജില്ലയിലെ പ്രതിനിധി എല്ലാ ജനപ്രതിനിധി സംഘങ്ങളാണ് ഇപ്പോൾ ഓരോ പുലിമടകളും. അതും മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തൃശ്ശൂർ ആഘോഷം ഉണ്ടെങ്കിൽ ആദ്യം മുഖം രാജ മിനിസ്റ്റർ. നമ്മൾ തമാശക്ക് പറഞ്ഞുള്ളൂ രായേട്ടാ, കാരണം തൃശ്ശൂരാണോ തീർച്ചയായിട്ടും രായേട്ടനുണ്ടാവും അവിടെ. അവിടെ ഒന്നും മാറാൻ പറ്റില്ലല്ലോ. പുലിക്കളി ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഭാഗമാണ്. അതിന്റെ സന്തോഷത്തിൽ അതിന്റെ കൂട്ടത്തിലുണ്ടാകുക എന്നുള്ളതാണ്. മേയറുണ്ട്, MLA ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, കമ്മീഷൻ ഉണ്ട്, കളക്ടർ ഉണ്ട്. ഞങ്ങൾ 9 മടകളിലും പോകുന്നുണ്ട്. കാരണം ഇത്തവണത്തെ സന്തോഷം കഴിഞ്ഞ തവണ 7 ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് കുറഞ്ഞപ്പോൾ 3 പുതുതായിട്ട് കൂടി 9 പുലിക്കളി സംഘങ്ങൾ വന്നു. നേരത്തെ 5 ഉണ്ടായിരുന്ന വര കുറഞ്ഞിട്ടുണ്ട്. തവണ 9 പുലിക്കളി സംഘങ്ങളിലേക്ക് അത് വന്നു. ഇനി കൂടും വലിയ കൂടൽ കൂടും. കോർപ്പറേഷൻ ഇനി പറ്റിയാൽ ഒരു ടീമിനെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സർക്കാർ തന്നെ ഒരെണ്ണം ഇറക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ്. ആ ആവേശം കൂടുമ്പോഴാണ് ഇവർക്ക് കൂടി നമ്മുടെ കൂടെ നിന്ന് ആവേശം അത് വേറെ കാര്യം അറിയാം. ഇപ്പൊ മിനിസ്റ്റർ രായേട്ടൻ പറഞ്ഞ പോലെ രായേട്ടൻ കണ്ടോന്ന് അറിയില്ല, കഴിഞ്ഞ ദിവസം മേയറുടെ ഒരു ചോടയ്ക്കുന്നത് കാരണം അത്രയും ആവേശത്തിലാണ്. മേയർ പുലിയായിട്ട് എടുത്തതാണ്. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ആവേശം കൊടുക്കുമ്പോ എന്തുണ്ടായി? ഞാൻ വരുമ്പോ 5 ടീമാണ്, ഇപ്പൊ 9 ടീമായില്ലേ. ഇതുപോലെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകും. ഒരു 20-21 9-ലെത്തി. ഇനി കൂടും. കമ്മീഷണർ വരെ താളം പഠിച്ചു. അതായത് തൃശ്ശൂരിൽ വന്നാൽ ഏത് കമ്മീഷണർ ആയാലും അതുപോലെ തന്നെ കളക്ടർ ആയാലും മന്ത്രി ആയാലും എല്ലാവരും പുലികളാ. ഇളങ്കോ കുറച്ചുകൂടി യങ്ങസ്റ്റ് ആയിട്ടുള്ള കമ്മീഷണറും കൂടിയാണ്. രണ്ടാമത് പുലികളിയാണ്. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ആരാധന നിലയിൽ ഈ ആവേശം മുഴുവനായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റും. എന്നാലും സേഫായിട്ട് സുരക്ഷിതമായിട്ട് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ ഒരു പുലിക്കളി ഇപ്രാവശ്യം തൃശ്ശൂർ സിറ്റി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഒരു രസമുണ്ട്. കാരണം എനർജറ്റിക് ആയിട്ടുള്ള കമ്മീഷണറും കളക്ടറും ഉണ്ട്. അതിന്റെ ഒരു റീസൺ എനർജറ്റിക് ആയ മന്ത്രിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും MLA-മാരും മേയറൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഞങ്ങളുടെ ധൈര്യം. അല്ല, വേറെ കാര്യം, അർജുൻ കളക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മൾ ഓട്ടം പോലെ എളുപ്പമാണോ ഈ ചൂട്? അല്ല, അത് എനിക്ക് ആ ഫീൽഡല്ല എൻ്റെ മറ്റേ സ്പോർട്സ് അതുപോലത്തെ ഫീൽഡാണ്. പക്ഷെ എന്നാലും നമ്മൾ എല്ലാത്തിലും ഒരേ സ്പിരിറ്റോട് കൂടെ പങ്കെടുക്കും. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരുകാരുടെ കൂടെ ചേർന്നിട്ട് ഇതുപോലെ പുലിക്കളീൻ്റെ എല്ലാ താളൊക്കെ വെച്ച് തുടങ്ങി. പൂരത്തിന് നമ്മൾ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ ആദ്യമായിട്ടാണ് പൂരം ആദ്യമായിട്ട്. ഇത് 2ാമത്തെ പുലിക്കളി. കഴിഞ്ഞ പുലിക്കളിക്കായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. ആ സമയത്തായിരുന്നു ജോയിൻ ചെയ്തത്. അതെ. ചുണ്ടമ്പള്ളവും കളക്ടർ തുഴഞ്ഞു. ചുണ്ടമ്പള്ളത്തിൽ കയറി കളക്ടർ അടക്കം നമ്മൾ കണ്ടച്ചാങ്ങാട് ജലോത്സവത്തിൽ തുഴഞ്ഞു. അത് ഗംഭീരമായ പരിപാടികളായിരുന്നു. ഈ ആവേശം ഒന്ന് കൂട്ടാൻ നീട്ടി ഒരു ആർപ്പ് വിളിക്കണം. അതെ, അപ്പൊ രാജേട്ടനെ വിളിക്കണം. പിന്നെ അതുപോലെ എല്ലാവരും വിളിക്കും. അപ്പൊ നമുക്ക് ഇനി പുലികളി പൊളിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ജനപ്രതിനിധികൾ മന്ത്രി രാജന്റെ നേതൃത്വത്തിൽ തന്നെ തകർത്തു കഴിഞ്ഞു. ഇനി വൈകിട്ടത്തെ പൊളി നമുക്ക് കാണാം. കാളിദാസനും ഒപ്പം തന്നെ ജിഷ്ണുവിനും ഗിതേഷിനും ഒപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.